माहिया माहिया मेरे माहिया मेरे माहिया പറഞ്ഞല്ലേ? അതെ, വന്നിരിക്കുന്നത് കാർത്തിയുടെയും കൺമണിയുടെയും അമ്മയാണ്. കണ്ടയുടനെ കാർത്തി പോയി കെട്ടിപ്പിടിച്ചു. നീ എന്നാ ലണ്ടനിൽ നിന്ന് വന്നത്? ഞങ്ങൾ വന്നിട്ട് 2 ദിവസമായി. ഒന്നും അറിയാത്തപോലെ രണ്ടുപേരും നിന്ന് സംസാരിക്കും നോക്ക്. ഒക്കെ ഇത് ഇവരുടെ പ്ലാൻ തന്നെയാ. ആരവിനും ആയിഷയ്ക്കും അവിടെ വന്നിരിക്കുന്നത് ആരാന്ന് യാതൊരു അറിവുമില്ല. ഹലോ, എന്താ? അതാരാ? ഞങ്ങളുടെ അമ്മയാ. എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അതാണിപ്പോ വലിയ കാര്യം. ആരവിനത് ഒരു അതിശയമായി തോന്നി. സ്വന്തം അമ്മ വന്നിട്ടും ഒരു തരി സന്തോഷം പോലും കൺമണിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് നുണകൾ കൺമണി പറഞ്ഞതിൻ്റെ ടെൻഷനാവുമെന്ന് വിചാരിച്ചു. കൺമണി മെല്ലെ അവരുടെ അടുത്തേക്ക് നീങ്ങി ഒന്ന് ഹഗ് ചെയ്തു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുമെന്ന് അവൾ തലയാട്ടി പറഞ്ഞു. വാ ആൻറ്റി. സുഖമായിരിക്കുന്നോ? നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? ആ, സുഖമായിരിക്കുന്നു ആൻറ്റി. അതൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ട്. ആ ശോഭ, നീ സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു മൈഥിലി. നിനക്ക് സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു. ആരോ വായോ? അമ്മ, ഇത് ആരം. അമ്മ, ഇത് ആയുഷി. കാർത്തി പറഞ്ഞിട്ടുണ്ട്. സുന്ദരി കുട്ടി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിഷക്കുട്ടി, ശോഭമ്മയുടെ അടുത്തേക്ക് വന്നേ. നമുക്ക് കുറച്ചു നേരം അപ്പുറത്തെ റൂമിൽ ഇരുന്ന് കളിക്കാട്ടോ. ഓക്കേ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൺമണി ഒരു നോക്ക് നോക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങി. നീ എപ്പോഴും എൻ്റെ ലാസ്റ്റ് ഫോൺ എടുത്തേ? അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അമ്മ. നീ ശരിക്കും അവനെ കല്യാണം കഴിക്കാൻ പോവാണോ? അതെ. നിനക്ക് ഭ്രാന്താണോ കൺമണി? ഇതൊക്കെ നീ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നേ? അത് ഇത്രയും വലുതായ കുട്ടീനെ, ആ കുട്ടിയുടെ അച്ഛനാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നേ? നോക്ക് കൺമണി, നിനക്കിപ്പോൾ 24 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നീ ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാവാൻ പോവാണോ? ഒന്ന് ചിന്തിച്ച് നോക്ക് കൺമണി. ആന്റി, കാർത്തി അവർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? നീ അങ്ങോട്ട് പോവണ്ട, അവർ സംസാരിക്കട്ടെ. അവരങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ. നീ ഒരു ചെറിയ പെണ്ണാ. നാളെ നിങ്ങളെ കല്യാണം കാലം കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നേ? നിങ്ങളെങ്ങനെ ഹണിമൂണിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നേ? നിങ്ങൾ ആ കൊച്ചിനെ വിളിച്ചു കൊണ്ടുപോകുമോ?
ആലോചിക്ക് കൺമണി, നാളെ നിനക്കൊരു കുട്ടി ഉണ്ടായ ഇതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നിനക്കുള്ളതല്ല കൺമണി. ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് റിഗ്രറ്റ് ചെയ്യും. യു കാൻ ലിവ്. ഇതുവരെ പറഞ്ഞതിന് ധാരാളം. നിങ്ങളെന്താ പറഞ്ഞേ? ഞാനൊരു ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് 24 വയസ്സായി. ഐ എം ഫുള്ളി ഗ്രോൺ അപ്പ് അഡൾട്ട്. എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട എന്നുള്ള ഡിസൈഡ് ചെയ്യാൻ എനിക്കറിയാം. പിന്നെ ആരവും ആയുഷും എൻ്റെ ഫാമിലിയാണ്. ആരെങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേ? ആയുഷ് എൻ്റെ മോളാ. അവളെ ഞാൻ എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോകും. അത് നിങ്ങൾക്കെന്തോ പ്രശ്നം? ഇനി ഒരു തവണ അവളെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. നോക്ക്, ഞങ്ങളുടെ ഹണിമൂൺ, കുട്ടികള്, ഇതെല്ലാം നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ആലോചിച്ചോ, അതിലാരും ഇന്റർഫിയർ ചെയ്യണ്ട. ആരും. നീ മിണ്ടരുത്. നിന്നോട് ഞാൻ പറഞ്ഞോ ഇവരോട് ഇതൊക്കെ പറയാൻ? ഇത്ര വർഷം ഒരു ഗസ്റ്റ് ആയിട്ടാ വന്നു പോയിക്കൊണ്ടിരുന്നിരുന്നേ. എന്റെ കല്യാണത്തിനും ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു പോയാ മതി. കൺമണി, ഞാൻ നിന്റെ അമ്മയാണ്. അറിയാം, നിങ്ങൾ എന്റെ ബയോളജിക്കൽ മദർ തന്നെയാണ്. അതിന് എന്റെ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ യു ഹാവ് നോ റൈറ്റ്സ്. നിങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇത്ര വർഷം ജീവിച്ചതും ഇനിയും. പിന്നെ അതുപോലെ ബെറ്റർ നിങ്ങൾ എന്റെ ലൈഫ് ഇന്റർഫിയർ ചെയ്യാതിരിക്കാം. അതിന് ഒരു തിരിച്ചൊരു മറുപടി കേൾക്കാൻ നിൽക്കാതെ കൺമണി അവിടുന്ന് പോയി. ആന്റി, നിങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റായി പോയി. അമ്മ, അത് അവളുടെ ലൈഫാ. അവൾ ഡിസിഷൻ എടുക്കട്ടെ. ആരോ നല്ലൊരു ചെറുക്കനാ. ശരി, ഞാൻ പറയണത് ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ? ഫൈൻ. മൈഥിലി ആരവിനെ തുറച്ചു നോക്കിയിട്ട് അവിടുന്ന് പോയി. ഐ എം സോറി ആരവ്. അമ്മ അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. കുഴപ്പമില്ല കാർത്തിക്. അവർക്ക് കൺമണിയുടെ മുകളിലുള്ള ഇഷ്ടം കൊണ്ടല്ലേ ദേഷ്യപ്പെട്ടെ. അവർക്ക് സ്നേഹം എങ്ങനെ പുറത്ത് കാണിക്കണം എന്നറിയില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. എന്തുകൊണ്ടാണ് കൺമണിക്ക് അമ്മയോട് ഇത്ര ദേഷ്യം? നിങ്ങളെപ്പറ്റി സംസാരിക്കുന്ന പോലെ അമ്മയെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അവൾക്ക് അവരുടെ മേൽ ദേഷ്യം ഉണ്ടായ ഒരു കുഴപ്പമില്ല ആരവ്. ഷീ ഫീൽസ് നത്തിങ് അബൌട്ട് ഹർ. ലിറ്ററലി നത്തിങ്. അതിന് കാരണം അവൾ അമ്മയുടെ കൂടെ ഉണ്ടായിട്ടേ ഇല്ല. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുന്നേ. കുഞ്ഞിലേ മുതൽ അവൾ അച്ഛൻ്റെ പുന്നാര മോളാണ്. ഒരുവിധ പെൺകുട്ടികൾക്കൊക്കെ ഒരു വയസ്സെത്തുമ്പോൾ അമ്മയോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരില്ലേ? ആ വയസ്സ് കൺമണിക്ക് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അവരില്ല. അവൾ അച്ഛൻ്റെ മോളായിട്ടാണ് വളർന്നേ. എന്നാലും അവൾ കുഞ്ഞാണെങ്കിലും അവളെല്ലാം മനസ്സിലാക്കി. അമ്മ അച്ഛനും ഒരുമിച്ചിരുന്ന ഹാപ്പി അല്ലെന്നും അമ്മ വേറെ ലൈഫ് ചൂസ് ചെയ്തു എന്നൊക്കെ അവൾ മനസ്സിലാക്കി. അമ്മ അച്ഛനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. അതിനുശേഷം അമ്മ ഞങ്ങൾ അച്ഛൻ്റെ അടുത്താക്കി പോയി. അന്ന് മുതൽ മാസത്തിലൊരിക്കൽ ഞങ്ങളെ കാണാൻ വരും. അന്ന് എനിക്ക് 19 വയസ്സാണ്. അമ്മനായിട്ട് പിന്നെയും ക്ലോസ് ഞാനാ. പക്ഷെ അവൾ അങ്ങനെയല്ല. ഒരു ഗസ്റ്റിനെ കാണുന്ന പോലെ അവൾ കാണും. ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ അവൾക്ക് 17 വയസ്സാണ്. ഞാൻ പണിക്ക് പോയാ ഞാൻ അവളെ നോക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മയുടെ കൂടെ ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഒരു ഗ്യാപ്പായി അവളുടെയും അമ്മയുടെ ഇടയിൽ. ഞാൻ കുറേ നോക്കി അതെങ്ങനെയൊക്കെ ശരിയാക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് നടന്നില്ല. ഇന്ന് കൺമണിക്ക് വന്ന ദേഷ്യം അത് നിനക്ക് വേണ്ടിയാ. അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, വിശ്വാസമാണ്. അവളെ നോക്കിക്കോണേ.
ശരിടാ, നീ അത് വിട്ട്. ആരവോ വായോ. കൺമണി എവിടെ? അവള് റൂമിലുണ്ട്. ആരും ഇങ്ങോട്ട് വരല്ലേ പ്ലീസ്. കൺമണി, ഞാനാ ആരവ്. അവൾ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് പിന്നീട് പറഞ്ഞു, അകത്തോട്ട് വന്നു, ഡോർ ലോക്കല്ല. കൺമണി, It's okay. It's okay. എനിക്ക് മനസ്സിലായി. എല്ലാം എന്നോട് കാർത്തി പറഞ്ഞു. നീ എന്തിനാ കൺമണി ഈ കാര്യത്തിൽ ഇത്ര അധികം ടെൻഷൻ അടിക്കുന്നേ? അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചൂടെ? അങ്ങനല്ല അരവേ, അവര് പറഞ്ഞതൊക്കെ തെറ്റല്ലേ? അതിനിപ്പോ തെറ്റാണെങ്കിലും എന്താ പ്രശ്നം? ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നാളെ അവരോട് തന്നെ നമ്മൾ പറയണ്ടേ നമ്മൾ തമ്മിൽ ഒന്നുമില്ലാന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതിനെന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? ശരിയാണ്, എല്ലാം ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കാനുള്ളതല്ലേ. ഒരു 2 ദിവസത്തെ അഭിനയാണെങ്കിലും എനിക്കെല്ലാം റിയലായി തോന്നി. കൺമണി, എന്താ ആലോചിക്കുന്നേ? ശരി, നീ അത് വിട്. നീ ഇനി അതൊന്നും ആലോചിച്ചിരിക്കണ്ട. കരയല്ലേ? നോക്ക്, നിന്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ നല്ല വിഷമത്തില്ല. നീ അവരുടെ അടുത്തൊക്കെ പോയിട്ടൊന്ന് സംസാരിക്കേ, ഓക്കെ? പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ, ഒന്ന് ചിരിച്ചൂടെ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എന്നാ നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ ഇറങ്ങാം. ശരിക്കും കൺമണിയുടെ മനസ്സിന് സമാധാനം കിട്ടിയിരിക്കുന്നു. അവള് ഇപ്പൊ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ സംസാരിക്കണൊക്കെയല്ലേ? അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അവളിനോട് സംസാരിച്ചു, അവളിപ്പോ ഓക്കെയാണ്. കാർത്തി എന്താ ആലോചിക്കുന്നേ? അത്